ഹലോ ഗായ്സ്, എല്ലാവർക്കും നിലൂഫർ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ. അപ്പം എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ? എങ്ങനെയുണ്ട് 2025 തുടങ്ങിയപ്പോൾ? എല്ലാവരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും മനസ്സിൽ ആഗ്രഹങ്ങളുണ്ടാവും. എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഞാൻ പറയട്ടെ. എനിക്ക് ഒരു സൈക്കിളിന് ഭയങ്കര ആഗ്രഹമുണ്ട്. എൻ്റെ സൈക്കിൾ ഇപ്പോൾ നിലവിലുള്ള സൈക്കിൾ ചെറിയ കേടുപാടൊക്കെ ഉള്ളൊരു സൈക്കിളാണ്. എപ്പോഴും ഓട്ടിയെടുക്കാൻ പറ്റൂല. അതാണ് ഈ 2024 സാധിക്കാൻ പറ്റിയില്ല. ഇനി 2025 സാധിക്കണം എന്ന് സാധിക്കാൻ പറ്റട്ടെ. അപ്പോൾ എൻ്റെ ആഗ്രഹം സാധിക്കട്ടെ. അതുപോലെ എൻ്റെ കമൻറ്റ് ചില വീഡിയോയിൽ ഓഫാവും. കാരണം എന്താ വെച്ചാൽ വീഡിയോയിൽ ചെറിയ കുട്ടികളമാർക്ക് തോന്നും. ചില വീഡിയോയിൽ ഒരു ഓണാക്കും, അപ്പോൾ വലിയ കുട്ടികളമാർ തോന്നും. കുട്ടികളെ യൂട്യൂബ് ചാനലാകുമ്പോൾ കമൻറ്റ് ഓഫ് ആയിക്കാറ് കേട്ടോ. അതുകൊണ്ടേക്കാരം നമുക്ക് കമൻറ്റ് ഓണല്ല. അപ്പോൾ ഇച്ചി കമൻറ്റ് ഓണായിച്ച് ഇങ്ങനെ വായിച്ചാൽ നിങ്ങളെ കമൻറ്റൊക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ഒക്കെ തരണം. അതിനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റുന്നില്ല. നമ്മൾ Q&A ഒക്കെ ചെയ്യണേ, നമുക്ക് ഇഷ്ടംപോലെ കമൻറ്റ് വേണ്ടേ. അങ്ങനെ കമൻറ്റൊന്നും നമുക്ക് വരുന്നില്ല. കാരണം ഞാൻ ഒറ്റക്കുള്ളല്ലോ. ചില വീഡിയോകളെല്ലാം ഉമ്മച്ചി വരിക. ഉമ്മച്ചി വരുന്ന വീഡിയോയിലൊക്കെ കമൻറ്റ് ഓണാണ്. എല്ലാവരും കമൻറ്റ് ഇടുകയും ചോദിച്ചും ഞാൻ റിപ്ലൈയും കൊടുക്കലുണ്ട് കേട്ടോ. ഇനി ഏതെങ്കിലും കമൻറ്റ് റിപ്ലൈ കൊടുക്കാൻ മറന്നിക്കണമെങ്കിൽ ക്ഷമിക്കട്ടോ. നിങ്ങളൊന്നും ഇട്ടോളി. ഞാൻ അപ്പോൾ കമൻറ്റിന് റിപ്ലൈ തരാം. ലൈവൊക്കെ വരും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈവൊക്കെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളെ ലൈവ് വരുന്നുണ്ട്. നാളെ ലൈവ് ഒരു 10 മണിയാകുമ്പോൾ നമ്മൾ ലൈവിൽ വരുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ കുറേ മുമ്പ് വരിക. നമ്മൾ 10 മണിന് മുന്നേക്ക് വരികയാണെങ്കിൽ കുറച്ച് തിരക്കേക്കാരം. സ്കൂളൊക്കെ തുറന്നില്ല, അതുകൊണ്ട് ആൾക്കാർ തിരക്കായിക്കാരം. അതുകൊണ്ട് 5, 6, 7 ആൾക്കാർക്ക് വരിക. 10 മണിക്ക് നാളെ നമ്മൾ വരുന്നുണ്ട് കേട്ടോ. രാത്രി 10 മണിക്ക് നമ്മൾ കറക്റ്റ് ലൈവിൽ വരുന്നുണ്ട്. എല്ലാവരും ഫ്രീ ആണെങ്കിൽ എല്ലാവരും ലൈവിൽ കയറി നോക്കണം കേട്ടോ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ 2025 ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി തരട്ടെ. അപകടങ്ങളൊക്കെ വരാൻ പറ്റാത്ത സുലു കിച്ചൺ മലപ്പുറം, അതേമാതിരി നമ്മളെ സാജി ഇപ്പോഴൊക്കെയാണ് ഇപ്പോൾ നമ്മളെ യൂട്യൂബിൽ സ്റ്റാർ. നമ്മൾ യൂട്യൂബ് എടുത്തതാ ഞാൻ ഉണ്ടാക്കിയ അവന് സാജി ഞാൻ ഉണ്ടാക്കിയ അവന് സുലു താത്ത ചെറബേ സുൽത്താത്ത മലയുടെ മുകളിൽ കയറിങ്ങാണ്ട് ഒരു ഡാൻസ് കളിച്ച അതിന് വ്യൂസ്. സാജിത്താത്തൊരു അതിൻ്റെ കുട്ടീനെയും കൊണ്ട് എവിടെയെങ്കിലൊക്കെ നിന്നൊരു പാട്ട് പഠിച്ച അതിനും വ്യൂസ്. നമ്മൾ നല്ല കണ്ടന്റ് അടിപൊളിയൊക്കെ ഇറക്കും, അതിന് വ്യൂസ് ഇല്ല. നമ്മൾ ഇട്ടീനാകെ 5 വ്യൂസ് 15 വ്യൂസ്. ഓലൊരു വ്യൂസ് ഇട്ടാ അതാ കിടക്കുന്ന വ്യൂസ്. നമ്മളിപ്പോൾ ഓലിപ്പോൾ ഇട്ടിട്ടുള്ള കാര്യം നമ്മളിപ്പോൾ കയറി നമ്മളെ രണ്ടാമത് കയറി കാണുമ്പോൾ 1000, 10,000, ലക്ഷം. ഇപ്പോഴും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും താത്തമാരും കാക്കമാരും ഇനിയും ഇത് കൂടുതൽ സപ്പോർട്ട് ചെയ്ത് തരണം. എന്നാലും ഞാൻ പറഞ്ഞ ആഗ്രഹം സാധിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ പറ്റുന്നുണ്ടോ? ഇഷ്ടമായിക്കണോ? ഞാൻ കഷ്ടപ്പെട്ട് ഇടുന്ന വീഡിയോസാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഇച്ചിരി ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ തരൂലേ? മാർക്ക് ചെയ്ത് കേട്ടോ. എൻ്റെ വീഡിയോനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ എന്തായാലും ഫോണിലേക്ക് വരും. നിലൂഫർ ബ്ലോഗ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. എൻ്റെ ആൾക്കാരൊക്കെ കാണുമെന്ന് വെച്ചാൽ ഉറപ്പാണ്. എനിക്കറിയാം ഞങ്ങൾ കാണുന്നൊക്കെ. അപ്പോൾ എന്തായാലും കാണണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പരീക്ഷ പേപ്പറൊക്കെ കിട്ടി. എന്താണ് നിങ്ങളെ സ്കൂളൊക്കെ പരീക്ഷ പേപ്പർ കിട്ടിയോ? ഇച്ച് കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഉണ്ട്. പാസ്സായിക്കണെന്ന് പറയാം. അങ്ങനത്തെ ഒക്കെ മാർക്കാണ്. ഇമ്മച്ചിൻ്റെ ഭാഗം ഗിഫ്റ്റൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടത്. അച്ചൂരിയൊക്കെ കണ്ടിട്ട് തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായം? ഇച്ച് മാർക്ക് ഉണ്ടാവുമോ? ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ആ പേപ്പർ ശ്രദ്ധിച്ചോ? ഞാൻ ഒരു ക്ലൂ അതിൽ വെച്ചിനും. നിങ്ങൾ ഇനി ആ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് അറിയിച്ച് മാർക്കില്ല. ഷോർട്ടിൽ നമ്മൾ ആ സ്കൂൾ കുട്ടീൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കുട്ടീൻ്റെ പേപ്പർ വേണ്ടേ ഹാൻഡ് വിത്ത് കെയർ മൊട്ട എന്ന് പറഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണാം. അതിലുണ്ട് ട്വിസ്റ്റ്. നമ്മളെ പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടിയിരിക്കണമെന്നില്ല നമ്മളെ ആ ഗ്രേഡ് ഞാനിങ്ങനെ കാട്ടി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കാണാം കേട്ടോ. എൻ്റെ അമ്മച്ചി എങ്ങനെയാ വെച്ചാൽ ഞാൻ ഈ ചീട്ടിയാലും ഞാൻ കൊണ്ടുപോയി കാട്ടി കൊടുക്കും.
എന്താ വെച്ചാൽ അങ്ങനെ ഏണിയാണ് ഞാൻ മറച്ചു വെക്കൂല. അതിന് ചോര് മറക്കണെങ്കിൽ ഞാൻ കാട്ടിക്കൊടുക്കും, ഈ ആണെങ്കിൽ ഞാൻ കാട്ടിക്കൊടുക്കും, ഡി ആണെങ്കിൽ ഞാൻ കാട്ടിക്കൊടുക്കും. ഒരു പേടിയില്ല. ഇനി അത് മുട്ടയാണെങ്കിൽ ഞാൻ കൊണ്ട് കാട്ടിക്കൊടുക്കും. ഇമ്മച്ച് എന്താ വെച്ചാൽ അത് സാരല്ല, നമുക്ക് അടുത്തിൽ ഒന്നുകൂടി മെച്ചപ്പെടുത്താന്ന് പറയും. അത് ഇപ്പച്ചാണ് എൻ്റെ കാക്കുവാടില്ല ആരാണെങ്കിലും. ഇന്നലെ ഞാൻ എൻ്റെ കാക്കൂനും ഇപ്പച്ചീനോടൊക്കെ പറഞ്ഞു, നോക്കിച്ച് മാർക്കൊക്കെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. ഇനി ഇപ്പം നമുക്ക് നമ്മളെ പേപ്പറിൽ എൻ്റെ പകരം ബി ആയിക്കോട്ടെ, കുഴപ്പമില്ല. എ കഴിഞ്ഞ തന്നെയല്ലേ ബി, അതൊരു പാസ്സായ മാർക്ക് തന്നെയാണ്. ഡി ആയിക്കോട്ടെ കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാ പേപ്പറിലും ഈ ആവാൻ പാടില്ല കേട്ടോ. അത് നമുക്ക് മോശമാണ്. നമ്മൾ ഉമ്മച്ചാർ മീറ്റിങ്ങിന് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കണം ആലോചിച്ച് നോക്കി. കുട്ടികൾക്ക് മാർക്കില്ല, അപ്പം എന്താ കാട്ടുക, ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. ഞങ്ങൾ സാറെ അങ്ങോട്ട് പറഞ്ഞിരിക്കണേ, നമ്മൾ ഉമ്മച്ചാർ നമ്മൾ ഒരിക്കലും മീറ്റിങ്ങിന് വരുമ്പോൾ നമ്മളിങ്ങനെ എത്തിച്ചാൻ പാടില്ല. ഒരു പേപ്പറിലെങ്കിലും എയോ അല്ലെങ്കിൽ ഒരു പേപ്പറിലെങ്കിലും ബി എങ്കിലും നിങ്ങൾ എഴുതണം. പിന്നെ ഈ കലാകായികം അങ്ങനത്തെ ഇതൊന്നും മാർക്ക് ഇടില്ല. എനിക്കില്ല 7 വിഷയത്തിൽ നിങ്ങൾക്ക് പാസ്സാവണം. അങ്ങനെയാണ് ഞങ്ങൾ സാരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതേ പടിയിൽ ഞാൻ ചെയ്തെടുത്തിട്ട് അവർക്ക് മാർക്കൊക്കെ അത്യാവശ്യമുണ്ട്. പക്ഷെ ഇച്ചിരി കാര്യം പറയണ്ട്, മാത്സിൽ എല്ലാവർക്കും ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവർക്കും അത്യാവശ്യം മാർക്കുണ്ട്. ഈ കിട്ടുന്ന കുട്ടികൾക്ക് വരെ എ ഉണ്ട് കേട്ടോ. പക്ഷെ ഈ പ്രാവശ്യം എനിക്ക് SS-നാണ് കുറവ് കേട്ടോ. SS5 തോന്നുന്നു. ആ കുഞ്ഞിൽ നിങ്ങളെ മാർക്കൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഈ വീഡിയോ കാണുന്നവർക്ക് എത്ര ആൾക്കാർക്ക് ഫുൾ എ ഉണ്ട്? ഈ വീഡിയോൻ്റെ കമൻറ്റ് ഓണാണെങ്കിൽ നിങ്ങൾ എന്തായാലും A+ അല്ല, 7ാം ക്ലാസ് വരെ എ ആണ് കേട്ടോ. 10 കഴിഞ്ഞിട്ടാണ് A+. ഇനി 8ക്കൊക്കെ എത്തിയ വെച്ച എന്താ പറയല്ലേ, വലിയ ക്ലാസ്സൊക്കെ എത്തുമ്പോൾ ടഫ് ആക്കാനും എനിക്ക് ഉറപ്പാണ്. ഞാൻ 4 വരെ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു നീ 5ാം ക്ലാസ്സൊക്കെ എത്തിയ ഇംഗ്ലീഷ് മീഡിയം എടുക്കാൻ കഴിയൂല. എന്ന് വെച്ചാൽ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ചില വേർഡ്സൊക്കെ നമുക്ക് അറിയാത്തുണ്ടാവും. അതിന് നമ്മൾ ടീച്ചർമാർ ഇങ്ങനെ അടങ്ങാറാക്കി ചോദിച്ചേ. അതിൻ്റെ പകരം നമുക്ക് മലയാളം ഈസി ആയിട്ട് വായിച്ച് നമുക്ക് മലയാളം തന്നെ എഴുതിക്കൂടെ. അപ്പോൾ ഞാൻ കരുതി നമുക്ക് മലയാളം മീഡിയം എടുക്കാം. എന്താ ക്രിസ്മസ് പരിപാടിയൊക്കെ ഉണ്ടാവും. ഞങ്ങൾ സ്കൂളിൽ ക്രിസ്മസ് പരിപാടി ഉണ്ടാവില്ല കേട്ടോ. കുറേ കുട്ടികളല്ല, അപ്പോൾ ഓൽക്കൊക്കെ പാടെ അങ്ങനെ ആക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ സ്കൂളിൽ ക്രിസ്മസ് പരിപാടി ഉണ്ടായിട്ടില്ല. അതേമാതിരി ഞങ്ങൾ സ്കൂളിൽ ഒരു കുട്ടി മരണപ്പെട്ടും ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ സ്കൂളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള വിശേഷമൊക്കെ കമൻറ്റ് ഓണാണെങ്കിൽ കമൻറ്റ് കൂടെ അറിയിക്കുക. എല്ലാവരും ബൈ, ഹാപ്പി ന്യൂ ഇയർ.